കൈരളി TMT പട്ടുറുമാലിന്റെ രണ്ടാമത്തെ സോണിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിലും നമ്മോടൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അത് മറ്റാരുമല്ല, നമുക്കേവർക്കും പ്രിയങ്കരനായ പ്രശസ്ത കവിയും ഗ്രന്ഥകാരനുമായ ശ്രീ റഹ്മാൻ മുന്നൂര്. സർ, പട്ടുറുമാൽ പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത്? മാപ്പിളപ്പാട്ടിന്റെ തനതായ ശൈലിയും സംസ്കാരവും ഒക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന വളരെ നല്ല ഒരു പരിപാടി. ഇത് എന്തായാലും മാപ്പിളപ്പാട്ടിന് വലിയ ഒരു ബൂസ്റ്റാണ്, ഒരു പ്രോത്സാഹനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച കൈരളി TMTക്കും കള്ളിയത്തിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പതിവ് പോലെ നമ്മുടെ പാനൽ അംഗങ്ങളും നമ്മോടൊപ്പമുണ്ട്. ശ്രീ VT മുരളി, ശ്രീ VM കുട്ടി, ശ്രീ ഫൈസൽ ഇലേറ്റിൽ, ശ്രീമതി ബിന്ദു ഭാസ്കർ. നമ്മോടൊപ്പം ഹേമൻ ചേട്ടൻ നയിക്കുന്ന ഓർക്കസ്ട്രയുണ്ട്. ഇവരേവരെയും ഇന്നത്തെ കള്ളിയത്ത് കൈരളി TMT പട്ടുറുമാലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കള്ളിയത്ത് കൈരളി TMT പട്ടുറുമാലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി നമുക്ക് മുമ്പിൽ പാടുവാനായി എത്തുന്നത് ആദ്യ സോണിൽ തന്നെ നമ്മുടെ ഏവരുടെയും മനം കവർന്ന ഇഷ്ടഗായിക ബെൻസീറ. ബെൻസീറ പുതിയ സോണിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് ഫീൽ ചെയ്യുന്നത്? സന്തോഷമുണ്ട്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചെറിയ പ്രതീക്ഷയുള്ളായിരുന്നോ? പക്ഷേ പ്രേക്ഷകർക്കെല്ലാം അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു ബെൻസീറ അടുത്ത സോണിലേക്ക് എത്തും എന്നുള്ളത്. ഇപ്പം മൈലാഞ്ചി പാട്ടല്ലേ പാടാൻ പോകുന്നത്? ഒപ്പനപ്പാട്ട്. അതെ, മൈലാഞ്ചി ഒപ്പനപ്പാട്ടല്ല. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ പഴയകാല ഷബീനയിൽ നിന്നെടുത്തൊരു പാട്ടാണ്. പാട്ട് സെലക്ട് ചെയ്ത് തന്നത് എൻ്റെ ഉമ്മമ്മയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കല്യാണ സമയത്ത് മണവാട്ടിയുടെ തോഴിമാർ മണവാട്ടിയെ വർണ്ണിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ്. അതായത് മണവാട്ടിയുടെ ഡ്രസ്സിങ്, അവരുടെ സൗന്ദര്യം, പിന്നെ അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഓരോ സെഗ്മെന്റ് വരുന്ന ഒരു പാട്ടാണ്. പിന്നെ ഇതിൽ OM കരുവാരക്കൊണ്ടിന്റെ വരികളും വരുന്നുണ്ട്. രണ്ടും മിക്സ് ചെയ്തുകൊണ്ടുള്ള പാട്ട്. ഓക്കെ, എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കഥോടും കൈമണി താളം വിധവിധമാലും കൊസിയാലും അങ്കനമാർ അതിരുന്ന കുബുറൈ കുറുസതിലി തെളിസനാ വിസങ്ങുന്നു രസഗത്തി വസങ്ങുന്നു കനവുടെ വസിയമ വനികയും കരമോടെ വിശ്വാസ ധരണിയിൽ ഹരമോടെ ഹരമാലെ അണിനിട വിരിമാറിൽ അണിത ഹാരമണി തെളി മികവാണി നിങ്ങൾ താരകരംഗതിൻ പിറകാണേ പിന്നതിൽ മുമ്പിടും വന്നിടും ലംഘിടും അന്നനട കുളലികളും ജോരെ അവർ തന്നിട ഹരിയകളും വേറെ വേറെയും അജബുകൾ വാരത്ത പൊലിവുകൾ കൂറുന്നു കാവാരും നേരെ മംഗൾമാര സ്വാഹാര സൂൽവീരെ റസൂലോടെ സബിതമിൽ മർഹബോതുകി സുറുരച്ച് ചിരിക്കുന്ന കരിവീങ്ങൾ തിരു സുബ്ഹാന വാഴ്ത്തിയ സ്വഹബാക്കൾ മടിപ്പുള്ളൊരു ആരപ്പുനെ ബിയാരെ പിടിച്ചക്കാര് പിടിച്ച് പൊങ്കൽ മൺമറിന്റെ പിടിച്ചാൽ മണവാഴ്ചമൈന്റെ പിടിച്ചിറങ്ങും ചുരുതിയിൽ കിണ്ടൽ വീട്ടി തുകല് കജാ കരപ്പൊടി പിടിച്ച റസൂൽ രാജാ രാജകുമാരത്ത് രോജ രാജട്ടിക്കിളിയാൽ ഖദീജ രാജ്യമാകെ മൈമൈ തേജ തേജസിക്കുകളിതൻ മലർമകള് താജുൽ ഹുദ നബിതൻ നിനക്കുയില്
പഞ്ചമി സുഭഗ സുന്ദരി സുഗന്ധ ചൊങ്കുളവ നിജ നിജ മാതൃപമെന്തളവ സുരസുഖ ഹക്കൻ തന്തുളവ ഹക്കൻ തന്തുള മക്ക പുകളില റാണി തിക തികവ അഹമ്മദ് ചേർന്ന് സന്തോഷമായി പുകളില പിരിസമെന്തളവ അളവെന്തിതു തെളിവുട സുന്ദരി ഒളിവുട ചെമ്മല നികന്തേ മങ്ക നികതും പല പുകളുകളൊത്തത ജിഗതുര പൂണ്ടത അരീജ മങ്ക മങ്ക സുവർത്തക പൊൽപ്പനി മക്ക എന്തുമെ കീർത്തി പൊലിത്തത മക്ക സംഗമിച്ചാമിര ചിന്തിടും ദിക്ക. ബെൻസീറ, എന്തോ എന്തായാലും ഒരു കല്യാണ വീട്ടിലിരുന്ന ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് എൻജോയ് ചെയ്തു. ബെൻസീറയ്ക്ക് എങ്ങനെ തോന്നുന്നു? നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലാതെ പാടി. കുഴപ്പമില്ലാതെ പാടിയെന്ന് എല്ലാരും ഇങ്ങനെയാ പറയുന്നത്. അതെ അതെ, ആരും ഞാൻ നന്നായി പാടി ഒരു ആത്മവിശ്വാസക്കുറവുണ്ട് എല്ലാവർക്കും. ഇല്ല, പക്ഷെ എങ്ങാനും നന്നായി പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും അമിതമായ ആത്മവിശ്വാസം അത്ര നല്ലതല്ല. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അതെ, പാനലിനോട് ചോദിക്കാം പാട്ടിനെ കുറിച്ചുള്ള കൂടുതൽ കമന്റ്സ്. ഏതായാലും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. സ്പീഡ് കുറച്ചൊക്കെ ഒന്ന് കുറച്ചാൽ അതിൻ്റെ വാക്കുകൾ എന്താണ് പറയുന്നതെന്നൊന്ന് മനസ്സിലാവും. ഇതിപ്പോൾ ഒന്ന് മനസ്സിലാവാത്ത രീതിയിൽ വന്നു അതിൻ്റെ. ഏതായാലും ഭംഗിയായിട്ട് പാടി. ഇത്തരത്തിലുള്ളൊരു ഈണം തിരഞ്ഞെടുത്തതിന് പണ്ടത്തെ ഒപ്പന ചായലിൻ്റെയും ഉറുക്കത്തിൽ ചുരുട്ടി ചാട്ടിൻ്റെയും ഒക്കെ അത് തിരഞ്ഞെടുത്തതിൽ വളരെ അഭിനന്ദിക്കുന്നു. നന്നായിട്ട് പാടി. പിന്നെ കോസ്റ്റ്യൂമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ സ്റ്റേജിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് കോസ്റ്റ്യൂം. നന്നായി പാടി. താങ്ക് യു പാനൽ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വാക്കുകളുടെ സ്പഷ്ടത ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം. എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.